അരുണിനെ ഇന്ന് പൊളിച്ച് കൊടുത്തിരിക്കുകയാണ് വിജയ് സേതുപതി. കൊള്ളായിരുന്നു. എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോഴാണ് കണ്ടത്, ഇന്നലത്തെ എപ്പിസോഡ് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഇതിനകത്ത് നമ്മുടെ സത്യയുടെ എവിക്ഷൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ എവിക്ഷൻ നടത്തി. അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. പക്ഷെ സത്യക്ക് ഒരു കുലുക്കോ ഇല്ല. പിന്നെ ഇന്ന് പവിത്ര എടുത്ത് തട്ടിക്കയറാൻ പോയി. അതിന്റെ കാര്യമൊന്നും എനിക്ക് മനസ്സിലായില്ല ആക്ച്വലി ഇന്ന് നടന്നതിന്റെ. പക്ഷെ എവിക്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഇത് 105ാമത്തെ ഡേ തന്നെ തീരും, എക്സ്റ്റൻഷൻ വരില്ല. കാരണം ഇപ്പം മൊത്തം 15 പേരുണ്ടായിരുന്നു. ഈ ആഴ്ച 2 പേര് ഔട്ടായി. ഇനി 13 പേര് മാത്രമേ വീട്ടിനകത്ത് ഉള്ളൂ. അപ്പൊ ഈ 13 പേരിൽ ടോപ്പ് 5 കഴിഞ്ഞാൽ ബാക്കി 8 പേരെ എവിക്റ്റ് ചെയ്യണം. അപ്പൊ 8 പേരെ എവിക്റ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന ആഴ്ചയോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ആഴ്ചയോ ഒരു മിഡ് വീക്ക് ഉറപ്പായിട്ട് നടക്കും. ഒരു മിഡ് വീക്കിലൂടെ ഒരാൾ പോകും. അതിനുശേഷം വരുന്ന 76th or 77 ആ ഒരു വീക്കെൻഡ് ഉണ്ടല്ലോ, ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ചത്തെ വീക്കെൻഡിൽ ഒരാൾ പോകും. അതിനുശേഷം വരുന്ന 83, 84 ആ വീക്കെൻഡിൽ 2 പേര് പോകും. ഞാനൊരു ഗസ്സാണ് പറയുന്നത്. അപ്പം 4 ആയി. പിന്നെ അതിനുശേഷം വരുന്ന 90, 91 ഒരാൾ ഔട്ടാവും, സിംഗിൾ എവിക്ഷൻ. അപ്പം 5 പേര് പോയി. അതിനുശേഷം പണപ്പെട്ടി വരും. പണപ്പെട്ടി വന്ന് ഒരാൾ എടുക്കുമ്പോൾ ഒരാൾ ഔട്ടാവും. അപ്പം 6 പേര് പോകും. പിന്നെ അതിനുശേഷം 97, 98 വീക്കെൻഡിൽ ഒരാൾ കൂടി പോകും. അപ്പം 7 പേരാവും. അതിനുശേഷം അതിനിടയ്ക്കാണ് മറ്റേ ടോപ്പ് 6 മിഡ് വീക്ക് വരും. ടോപ്പ് 6 മിഡ് വീക്ക് വരുമ്പോഴത്തേക്ക് ഒരാൾ പോകും. അപ്പോൾ 8 പേരും പോകും. ബാക്കി 5 നമ്മുടെ ടോപ്പ് 5 നമുക്ക് ആ വീക്കിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു മിഡ് വീക്കും, വീക്കെൻഡുകൾ ഇനി മൊത്തം നമുക്ക് 4 വീക്കെൻഡേ ഉള്ളൂ. ഫിനാലെ വീക്ക് കൂടാതെ 4 വീക്കെൻഡേ ഉള്ളൂ. ഈ 4 വീക്കെൻഡിൽ 3 സിംഗിളും 1 ഡബിൾ മാത്രം എടുത്താൽ മതി. 3 സിംഗിളും 1 ഡബിൾ എവിക്ഷനും എടുത്തിട്ട് ഒരു മിഡ് വീക്കും ഒരു പണപ്പെട്ടിയും പിന്നെ ടോപ്പ് 5 ഡിക്ലറേഷൻ്റെ ഒരെണ്ണം. ഇത്ര ആയിക്കഴിഞ്ഞാൽ പക്കിയായിരിക്കും. അരുണാണ് പൊളിഞ്ഞ് വാരിയത്. അരുണിൻ്റെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ആ ഒരു കേസൊക്കെ ജെഫ്രിക്കും കിട്ടി. കാരണം ഈ പറഞ്ഞതുപോലെ ജെഫ്രിക്ക് നോമിനേഷൻ ഫ്രീ പാസ് കൊടുത്ത നല്ലപോലെ വിജയ് സേതുപതി ഫയറായി. എന്ത് കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇന്നലത്തെ ബിഗ് ബോസ് സീസൺ 8ന്റെ തമിഴിന്റെ ഡേ 16 ആണ്. ഡിസംബർ 14 ഇതിലെ ഫുൾ എപ്പിസോഡ് വീക്കിന് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പം ഫ്രൈഡേയിലത്തെ കാഴ്ചകളാണ് കാണിക്കുന്നത്. സത്യയും രഞ്ജിത്തും റാണോട് സംസാരിക്കുമ്പോൾ സത്യം പറയാൻ ഇവിടെ 70 ദിവസം ഇവിടെ ഗെയിം എന്നൊക്കെ പറഞ്ഞ് പലരും നിൽക്കുന്നുണ്ട്. ഞാൻ എന്താണ് ഇവിടെ 70 ദിവസം ചെയ്തത്? ഞാൻ ഒന്നുമേ ചെയ്തിട്ടില്ലല്ലോ. അപ്പം രഞ്ജിത്ത്, അണ്ണാ സ്വാമി, റിയാലിറ്റിയിൽ നമ്മൾ നിൽക്കണ്ടേ എന്നൊക്കെ ചോദിക്കാറ്. ഞാൻ ഷോർട്ട് റിവ്യൂ ആണ് കേട്ടോ എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് കഴിയുന്നു, മുത്തു രഞ്ജിത്തൻ്റെ പറയാണ് സത്യ എന്നീ ഗെയിമിന് ഫിറ്റ് ആയിട്ടുള്ള ഒരാളെ അല്ല, പ്യുവർ സോളാണ്. പിന്നെ ജെഫ്രിയെ പൊക്കിക്കൊണ്ട് വരിക എന്നുള്ള ഒരു ഉദ്ദേശം പറഞ്ഞ പോലെ സത്യക്കുണ്ട്. സത്യ വിട്ടുകൊടുക്കാൻ മൈൻഡുള്ള ഒരാളാണ് എന്ന് പറയുന്നു. കുറച്ച് കഴിയുന്നു, പണപ്പെട്ടിയുടെ ടോപ്പിക്കുകൾ തുടങ്ങുവാണ്. സൗന്ദര്യം റയാനും കൂടെ സംസാരിക്കുന്നു. റയാൻ പറയുന്നു, പണപ്പെട്ടി വന്നാൽ നീ എടുക്കോ? ഇല്ല ഞാൻ എടുക്കൂല. 20 ലക്ഷം വന്നാലോ? ഞാൻ എടുക്കത്തില്ല. പക്ഷെ എടുക്കാൻ പോകുന്ന പോലെ ഞാൻ അഭിനയിക്കും എന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞ് തർഷികയും നമ്മുടെ തർഷിക റാണവിൻ്റെ പറയുന്നത്, ഈ വീക്ക് ഞാൻ സേവ് ആവുകയാണെങ്കിൽ ഇനി ഞാൻ ഇറങ്ങി കളിക്കും. കണ്ട് തർഷികയുടെ ഇറങ്ങി കളിപ്പൊക്കെ നമ്മൾ കണ്ട് ലവ് ട്രാക്കൊക്കെ. പിന്നെ കുറച്ച് കഴിയുന്നു, വിശാലും തർഷികയായിട്ടുള്ള ചെയിന് കെട്ടിക്കൊടുക്കുന്നു, മോതിരിട്ട് കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് സല്ലാപങ്ങൾ രാത്രിയിൽ. വിജയ് സേതുപതി ഡയറക്റ്റ് വരുന്നു. അരുൺ വീക്ക്ലി ടാസ്കിനെ തീയാക്കി എന്ന് പറയുന്നു. ബാഡ്ജ് വെച്ചിരുന്നല്ലോ, ബാഡ്ജൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ എവിക്ഷൻ പേപ്പർ കാണിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് എവിക്ഷൻ നടത്താൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് അങ്ങോട്ട് കാണിക്കുന്നു. സത്യ എവിക്റ്റഡ്. സത്യക്ക് ഭയങ്കര സന്തോഷം. അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പോയാൽ മതി എന്നുള്ള അവസ്ഥയാണ്. അപ്പം എവിക്ഷൻ ഇനി നമുക്ക് തുടങ്ങാം. വീട് പലർക്കും പല അനുഭവമാണെന്നൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറയും. സത്യ ഭയങ്കര ഹാപ്പി. സത്യക്ക് വേണ്ടി എല്ലാവരും ഭയങ്കര വിഷമോ, എല്ലാവർക്കും സന്തോഷം കേട്ടോ. എവിക്റ്റ് ആവുന്നതിൻ്റെ സന്തോഷം, സത്യ പോകുന്നതിൻ്റെതും എല്ലാം ഉണ്ട്. അങ്ങനെ നേരെ സത്യ എവിക്റ്റായി വരുന്നു, സ്റ്റേജ് വരുന്നു. ഭയങ്കര സന്തോഷം. സത്യക്ക് എവിക്റ്റ് ആയതിൽ ഭയങ്കര സന്തോഷം. ജേണിയൊക്കെ കാണിക്കുന്നു. ഓക്കെ. അതിനുശേഷം വിജയ് സേതുപതി ടോപ്പ് 8ഉം ബോട്ടം 7ഉമായിട്ട് മാറിയിരിക്കാൻ പറയുന്നു. എന്നിട്ട് ഈ ടോപ്പ് 8ൽ വന്നതിൽ യോഗ്യത ഇല്ലാത്ത ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പവിത്ര പറയുന്നത് വിശാലും തർഷികയാണ് യോഗ്യത ഇല്ലാത്തവർ ടോപ്പ് 8ൽ. അപ്പോൾ എന്തുകൊണ്ട്? അവർ നിങ്ങളുടെ പേര് പറഞ്ഞതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അവരുടെ പേര് തട്ടി കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും അല്ല സാർ, എനിക്ക് അതേ കാരണം തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ റിവെഞ്ച് എടുക്കുന്നതല്ലേ എന്നിങ്ങനെ പവിത്ര എടുത്തപ്പോൾ പവിത്ര അങ്ങനെയല്ല. അപ്പം എന്നിങ്ങനെ പവിത്ര വേണം. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ എന്നെ തിരിച്ച് മറുപടി ഒരു 10 സെക്കൻഡ് പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് വിജയ് സേതുപതി പറഞ്ഞിട്ട് അവിടെ ഇരുത്തുന്നു. രഞ്ജിത്ത് പറയുന്നു തർഷികയും സൗന്ദര്യയാണ്. അരുൺ പറയുന്നു സൗന്ദര്യം തർഷികയാണ് യോഗ്യതയില്ലാത്തത്. റാണോ പറയുന്നു സൗന്ദര്യം ജെഫ്രിയാണ് യോഗ്യതയില്ലാത്തത്. അപ്പോൾ വിജയ് സേതുപതി പറയണം, പവിത്ര നിങ്ങൾ ബിഗ് സ്ക്രീനിൽ നല്ലപോലെ കളിക്കുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പവിത്രയെ പറയുന്നുണ്ട്. കുറച്ച് കഴിയുന്നു. പിന്നീട് ചോദിക്കുകയാണ്, ഇപ്പം നോമിനേഷൻ ഫ്രീ പാസ് ആർക്ക് കിട്ടി? ജെഫ്രിക്ക് കിട്ടി.
ആർക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നത് എന്നാണ് വർക്കേഴ്സിന്റെ ഒപ്പീനിയൻ. മാനേജേഴ്സ് എല്ലാം കൂടി തീരുമാനിച്ചാണല്ലോ ജെഫ്രിക്ക് കൊടുത്തത്. വർക്കേഴ്സ് എല്ലാവരും കൂടി തീരുമാനിച്ച് ആർക്കാണ് സാധനം കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ രഞ്ജിത്ത് പറയാണ് ദീപക് സൂപ്പറായിട്ട് ചെയ്തു. വിശാൽ പറയണം അരുണും ദീപക് സൂപ്പറായിരുന്നു. ജാക്കലും പറയുന്നു മഞ്ജരി ദീപക് മുത്തു സൂപ്പറായിരുന്നു. സൗന്ദര്യ ദീപക് സൂപ്പറായിരുന്നു. റയാൻ മഞ്ജരിയും ദീപക്കും അടിപൊളിയായിരുന്നു. അൻഷിത ദീപക് സൂപ്പറായിരുന്നു. മുത്തു ദീപക് മഞ്ജരി സൂപ്പറായിരുന്നു. അപ്പോൾ വിജയ് സേതുപതി പറയുന്നത് നോക്ക് വർക്കേഴ്സ് എല്ലാവരും പറയുന്നത് ദീപക് സൂപ്പർ, മഞ്ജരി സൂപ്പർ, അരുൺ സൂപ്പർ എന്നൊക്കെയാണ്. എന്നിട്ട് ദീപക്കിന്റെ പേര് എത്ര പേര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. ജെഫ്രിയുടെ പേര് എന്ത് ബേസിസിലാണ് നിങ്ങൾ പറഞ്ഞത്? വിജയ് സേതുപതി എടുത്തിരിക്കുന്നത് ജെഫ്രിയുടെ പേര് എന്ത് ബേസിസിലാണ്? അപ്പം ദീപക് അരുണേ നീയല്ലേ ജെഫ്രിക്ക് വേണ്ടി കിടന്ന് ബാധിച്ചത്, പൊങ്ങ് നീ തന്നെ പറ. അപ്പൊ അരുൺ പറയണ അത് ജെഫ്രി സൈലന്റ് ആണെങ്കിലും അവൻ സംസാരിക്കും ആവശ്യമുള്ള സമയത്ത്. അപ്പൊ മഞ്ജരി അത് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ജെഫ്രിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉപയോഗപ്പെടും. എൻ്റെ കേസ് വന്നപ്പോൾ മഞ്ജരി സ്മാർട്ട്, ജെഫ്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉപയോഗപ്പെടും. അതല്ലല്ലോ ഇവിടെ കൊടുക്കാനുള്ള, അതല്ലല്ലോ. ആരാണോ യോഗ്യതയുള്ളത് അവർക്കാണ് കൊടുക്കാനുള്ളത്, അല്ലാതെ ഇവർക്ക് ഇത് ഉപയോഗപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടല്ല കൊടുക്കാനുള്ളത്. അപ്പോൾ അരുൺ പറയാണ് അത് ഞാനത് കൊടുക്കാൻ കാരണം ഞാൻ വന്ന സമയത്ത് എനിക്ക് നല്ല സ്വീകരണം തന്ന ഒരാളാണ് ഈ മാനേജർ ടീമിലുള്ള ജെഫ്രി എന്നൊക്കെ പറയുന്നു. ജെഫ്രി ഇതിന് യോഗ്യനായിട്ടുള്ള ഒരാളല്ല. ജെഫ്രി പറ യോഗ്യനാണോ? ജെഫ്രി അതായത് ഞാനിവിടെ 10 വാരം ജെഫ്രി യോഗ്യനാണോ? അല്ല, ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ജെഫ്രിക്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത് വിജയ് സേതുപതി പറയണം നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് നിന്നെ അവർ ഇങ്ങനെ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ നിന്നെ വീക്ക് ആക്കുവാണ് ജെഫ്രി. അത് കറക്റ്റ് കാര്യം. വിജയ് സേതുപതി ജെഫ്രിക്ക് ഇത് പറഞ്ഞു കൊടുത്തത്. ജെഫ്രി പറഞ്ഞു എനിക്ക് ആരുടെയും എന്നെ ഒറ്റയ്ക്ക് എല്ലാവരും വിട്ടാൽ എനിക്ക് ആരുടെയും ഒരു സപ്പോർട്ടും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം. അപ്പോൾ വിജയ് സേതുപതി പറയണം നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നിന്റെ കൂടെ നിൽക്കുന്ന എന്തിനാണ്, നിന്റെ കാല് വരാനാണ് എന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മഞ്ജരിയൊക്കെ പറയുന്നുണ്ട് പാവമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടാണ്, ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് കഴിയുന്നു വിജയ് സേതുപതി ഡിസ്ക്രിമിനേഷൻ്റെ കാര്യം പറയുവാണ്. നമ്മുടെ ഇത് ലേബർ സ്കില്ല് ആ കേസാണ്. അതിനകത്ത് അരുണിനെ എടുത്തിട്ട് കൊട്ടഞ്ഞ് വാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുൺ പറയുന്നത് വീട് തിരിച്ച് 4 വർക്കാക്കി, കുക്കിങ് പേഴ്സണലായിട്ട് എനിക്ക് ഹിറ്റായി എന്നൊക്കെ പറയുന്നു. അതിൻ്റെ പേരിൽ രഞ്ജിത്ത് പറയാണ് അരുൺ അങ്ങനെ ഒന്നും പറയരുതായിരുന്നു. അപ്പം വിജയ് സേതുപതി നിങ്ങൾക്ക് പറഞ്ഞുകൂടെ, നിങ്ങൾ ക്യാപ്റ്റൻ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അരുണെ പൊളിക്കുന്നു. എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇഷ്ടം പോലെ അരുൺ അങ്ങനെ കാണരുതായിരുന്നു, അരുൺ പറഞ്ഞ തെറ്റാണ്, ആവശ്യമില്ല വഴക്കുണ്ടാക്കി. പിന്നെ ഓരോരുത്തരടുത്തും അതിനെ പറ്റിയുള്ള ഒപ്പീനിയൻ ചോദിക്കുന്നു. ഒരുവിധം തണുത്തിട്ട് ബായും പറഞ്ഞ് വിജയ് സേതുപതി പോകുന്നു. അരുൺ വിശാലിൻ്റെ അടുത്തടാ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് അതല്ലടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. വിജയ് സേതുപതിയുടെ ശബ്ദം വീക്കെൻഡിൽ ബായും പറഞ്ഞു പോയിട്ട് വിജയ് സേതുപതിയുടെ സൗണ്ട് വീണ്ടും വരുന്നു. എന്തിന്? അരുൺ നിങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല, ഇങ്ങനെയാണ്. അത് സാർ ഞാൻ ആക്ച്വലി എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് സംസാരിക്കും പോലെ വിജയ് സേതുപതി ഇങ്ങനെ സൗണ്ടിൽ സംസാരിക്കുന്നു. തിരിച്ച് മറുപടി അരുൺ കൊടുക്കുന്നു. വീണ്ടും വിജയ് സേതുപതി പറയുന്നു അറിയാമല്ലോ വിജയ് സേതുപതിയുടെ വായിൽ ആരെങ്കിലും ചാടിക്കഴിഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യം എന്നല്ല, പറഞ്ഞ് തീർത്തിട്ടേ പോകത്തുള്ളൂ. അതിന് ശരിയായാലും തെറ്റായാലും വാട്ട് ഓഫ് വുഡ് ബി ഇറ്റ് ഈസ്. അത് അങ്ങനെ സംസാരിച്ച് ഒരുവിധം വീക്കെൻഡ് തീർന്നിട്ട് പോവാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ വീക്കെൻഡ്. എനിക്ക് പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അരുണിനെ കുറേ പറഞ്ഞു. മെയിൻ വിഷയം അരുൺ തന്നെ ആയിരുന്നു. പെട്ടെന്ന് വീക്കെൻഡ് തീർന്ന പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ എപ്പിസോഡ് ഞാൻ ഇങ്ങനെ കണ്ടതുകൊണ്ടാണോ, ഞാൻ മൊത്തം കണ്ടു കേട്ടോ. എപ്പിസോഡ് ഞാൻ ഇപ്പോഴാണ് കണ്ട, ഞാനിവിടെ കുറച്ച് തിരക്കായി ഇപ്പോൾ അതാ ഇന്നലെ കാണാൻ പറ്റത്. അപ്പം ഇന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് രാത്രി തന്നെ മിക്കവാറും ഞാൻ അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട് റിവ്യൂ ഒക്കെ. അപ്പം ഞാൻ എന്തായാലും കണ്ടിട്ട് പറയാം. ഇന്ന് തർഷിക എവിക്റ്റ് ആവും, നമുക്ക് കണ്ട് തന്നെ അറിയാം. ഇനി വരാൻ പോകുന്നത് ഒരു മിഡ് വീക്ക് നടക്കാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഒരു എവിക്ഷൻ, പിന്നെ ഫാമിലി വീക്കായി. ഇനിയിപ്പോൾ ഗെയിമൊന്നും ഇല്ലടേ, വേഗം പറഞ്ഞു തീർക്കാൻ പറ്റും. ഫാമിലി വീക്കായി. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട്. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.